നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2023 LBS വഴി BSc നഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ച ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ഇതുപോലെ LBSൻ്റെ വെബ്സൈറ്റിൽ നിന്ന് 2023 ലാസ്റ്റ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ലിസ്റ്റിൽ നിന്ന് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ കോളേജ് വൈസ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആകുന്നത്. അതിൽ കോളേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. കോഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കോഴ്സുകൾ വരുന്നതാണ്. പാരാമെഡിക്കൽ കോഴ്സുകളുടെയും BSc നഴ്സിങ്ങിൻ്റെയും കൊടുത്തിട്ടുണ്ട്. BSc നഴ്സിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അതിനുശേഷം കോളേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കോളേജുകളുടെ ലിസ്റ്റ് കാണാം. ഇതിൽ ഏത് കോളേജിലെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇൻഡെക്സ് മാർക്കും സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും കാണാനായിട്ട് സാധിക്കും. ഓരോ കാറ്റഗറിയിലുള്ളവർക്കും എത്ര ഇൻഡെക്സ് മാർക്കിലുള്ളവർക്കാണ് അഡ്മിഷൻ ലഭിച്ചത് എന്നും ഓരോ കോളേജിൻ്റെയും ലിസ്റ്റ് എടുത്താൽ മനസ്സിലാക്കാം. 18 അലോട്ട്മെൻറ്റുകളാണ് 2023 ഉണ്ടായിരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ശേഷം SC/ST വിഭാഗത്തിന് വേണ്ടിയുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് LBSൽ നിന്ന് അറിയിക്കുന്ന ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നേരിട്ട് എത്തിയാണ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. NRI സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ടുള്ളത് ഉണ്ടായിരുന്നു. അതിനുശേഷം NRIയുടെ സ്പോട്ട് അലോട്ട്മെൻറ്റും ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ വിഭാഗത്തിനു വേണ്ടിയും ഉള്ള സ്പോട്ട് അലോട്ട്മെൻറ്റും ഉണ്ടായിരുന്നു. സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ എല്ലാം എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി ഉള്ളതാണ്. വേക്കൻസി വരുന്ന സീറ്റിലേക്ക് ഉള്ള അലോട്ട്മെൻറ്റാണ്. ഓൺലൈനായിട്ട് തന്നെയാണ് കോളേജ് ഓപ്ഷനുകൾ നൽകേണ്ടത്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി LBSൽ നിന്ന് അറിയിക്കുന്ന ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നേരിട്ട് എത്തിയാണ് കോളേജ് ഓപ്ഷൻ നൽകേണ്ടതും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതും. LBS വഴി 2023 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ച ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇതിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും ഇൻഡെക്സ് മാർക്കുകളും ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത് എന്നും പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 2024 BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യതകൾ ഏകദേശം മനസ്സിലാക്കാം. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനേക്കാൾ കൂടുതലും കുറവുമുള്ള മാർക്കുകൾക്ക് അഡ്മിഷൻ ലഭിച്ച കോളേജുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ഉദാഹരണത്തിന് 280 ഇൻഡെക്സ് മാർക്കുള്ള ഒരു കുട്ടി 270നും 300നും ഇടയിലുള്ള ഇൻഡെക്സ് മാർക്കിന് അഡ്മിഷൻ ലഭിച്ച കോളേജുകളുടെ ലിസ്റ്റ് എഴുതിയെടുക്കണം. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര റാങ്ക് വരെയുള്ളവർക്ക് 2024 BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുമെന്ന് പറയുവാൻ സാധിക്കും. 2023 സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലും ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, ധീവര, കുടുംബി, കുശവൻ, SC കാറ്റഗറി, ST കാറ്റഗറി, മൈനോരിറ്റി കോട്ട, NRI സീറ്റ്, ഇങ്ങനെ ഓരോ വിഭാഗത്തിലും അഡ്മിഷൻ ലഭിച്ച ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കുകളാണ് പറയുന്നത്. ജനറൽ EWS വിഭാഗത്തിൽ ഉള്ളവർക്ക് ഗവൺമെൻറ് കോളേജുകളിൽ മാത്രമാണ് സീറ്റ് റിസർവേഷൻ ഉള്ളത്. 10% സീറ്റ് റിസർവേഷൻ ഉള്ളത്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ സീറ്റ് റിസർവേഷൻ ഇല്ല. അവരെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അഡ്മിഷൻ നൽകുന്നത്. ഗവൺമെൻറ് കോളേജുകളിലെ 2023 BSc നഴ്സിംഗിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ EWS കാറ്റഗറിയിൽ ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ച ഇൻഡെക്സ് മാർക്കും കോളേജിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. 2023 സ്റ്റേറ്റ് മെറിറ്റിൽ 272.5 ഇൻഡെക്സ് മാർക്കിനാണ് സിമറ്റ് കാസർഗോഡ് അഡ്മിഷൻ ലഭിച്ചത്. ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് ഇത്. 15,507 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള റാങ്കാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. ഓരോ കാറ്റഗറിയിലും ഉള്ളവർക്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും, അതായത് അവർക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള റാങ്കും അവരുടെ കാറ്റഗറിയുടെ റിസർവേഷൻ്റെ അനുസരിച്ചുള്ള റാങ്കും ഉണ്ടായിരിക്കും. ഈഴവ കാറ്റഗറിയിൽ 270.83 ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 16,505. കാറ്റഗറി റാങ്ക് 2,861. അഡ്മിഷൻ ലഭിച്ച കോളേജ് സിമറ്റ് കാസർഗോഡ്. മുസ്ലിം കാറ്റഗറിയിൽ 270.84 ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക്. 16,315 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. കാറ്റഗറി റാങ്ക് 4,879. സിമറ്റ് കാസർഗോഡാണ് അഡ്മിഷൻ ലഭിച്ചത്.
സിപാസ് കാഞ്ഞിരപ്പള്ളിയിലും 270.84 ഇൻഡെക്സ് മാർക്കിന് മുസ്ലിം കാറ്റഗറിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ബാക്ക്വേർഡ് ഹിന്ദു 265 ഇൻഡെക്സ് മാർക്ക് 19,787, കാറ്റഗറി റാങ്ക് 805. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ഇൻഡെക്സ് മാർക്ക് 270, 17,017 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 494, കാറ്റഗറി റാങ്ക്. വിശ്വകർമ്മ ഇൻഡെക്സ് മാർക്ക് 265.83, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 19,313, കാറ്റഗറി റാങ്ക് 568. അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് ലക്ഷ്മി മേഘം കാഞ്ഞങ്ങാട്. ലാറ്റിൻ കാത്തലിക്സ് ഇൻഡെക്സ് മാർക്ക് 265.83, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 19,581, കാറ്റഗറി റാങ്ക് 560. അഡ്മിഷൻ ലഭിച്ചത് സിമറ്റ് ധർമ്മടം. ധീവര ഇൻഡെക്സ് മാർക്ക് 250.84, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 27,128, കാറ്റഗറി റാങ്ക് 246. മാർ ബസേലിയസ് കോളേജ് എറണാകുളം. കുടുംബി 232.5, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 36,440, കാറ്റഗറി റാങ്ക് 91. സിമറ്റ് ധർമ്മടത്താണ് അഡ്മിഷൻ ലഭിച്ചത്. കുശവൻ 240 ഇൻഡെക്സ് മാർക്ക്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 32,855, കാറ്റഗറി റാങ്ക് 129. അഡ്മിഷൻ ലഭിച്ചത് സിമറ്റ് മലപ്പുറം. SC കാറ്റഗറി 250.83, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 27,339, കാറ്റഗറി റാങ്ക് 1036. സിമറ്റ് തളിപ്പറമ്പാണ് അഡ്മിഷൻ ലഭിച്ചത്. ST കാറ്റഗറി 176.66, 53,489 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 378, കാറ്റഗറി റാങ്ക്. SME കൂത്താട്ടുകുളത്താണ് അഡ്മിഷൻ ലഭിച്ചത്. MQ എന്ന് പറഞ്ഞാൽ മൈനോരിറ്റി കോട്ട എന്നാണ്. MU എന്ന് പറഞ്ഞാൽ മുസ്ലിം കാറ്റഗറി എന്നും. MQ കോട്ട മൈനോരിറ്റി റിസർവേഷൻ ഉള്ളവർക്ക് ലഭിക്കുന്നതാണ്. മുസ്ലിം കാറ്റഗറിയിൽ ഉള്ളവർക്കും ക്രിസ്ത്യൻ കാറ്റഗറിയിലും ഉള്ളവർക്കാണ് മൈനോരിറ്റി കോട്ട സീറ്റ് റിസർവേഷൻ ഉള്ളത്. MQ കോട്ടയിൽ 278.33 ലാസ്റ്റ് അഡ്മിഷൻ ലഭിച്ചത്. 11,985 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. ഹോളി ക്രോസ് കോളേജ് പത്തനംതിട്ടയിലാണ് അഡ്മിഷൻ ലഭിച്ചത്. NRI സീറ്റിൽ ലാസ്റ്റ് അഡ്മിഷൻ ലഭിച്ചത് 175 ഇൻഡെക്സ് മാർക്കിനാണ്. 13,199 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. സിമറ്റ് താനൂറാണ് അഡ്മിഷൻ ലഭിച്ചത്. LBSന്റെ ലിസ്റ്റിലുള്ള കോളേജുകളിൽ സിപാസിന്റെ കോളേജുകളിലും സിമറ്റിന്റെ കോളേജുകളിലുമാണ് NRI സീറ്റുകൾ ഉള്ളത്. NRI സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി LBS വഴി ആപ്ലിക്കേഷൻ നൽകിയ സമയത്ത് തന്നെ NRI ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. LBSന്റെ കോളേജ് ഓപ്ഷൻ തുടങ്ങുന്ന സമയത്ത് NRI സീറ്റുകളുള്ള കോളേജുകൾ സെലക്ട് ചെയ്ത് വെക്കണം. സിമറ്റിന്റെ കോളേജുകളിലും സിപാസിന്റെ കോളേജുകളിലും മാത്രമാണ് NRI സീറ്റുകൾ LBS വഴി ലഭിക്കുന്നത്. NRI സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി NRI സ്പെഷ്യൽ അലോട്ട്മെന്റ്, ഓൺലൈനായിട്ടുള്ള അലോട്ട്മെന്റും NRI സ്പോട്ട് അലോട്ട്മെന്റും ഉണ്ടായിരിക്കുന്നതാണ്. 175 ഇൻഡെക്സ് മാർക്കിന് 2023 NRI അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ 272 ഇൻഡെക്സ് മാർക്കുള്ളവർക്കും ഈഴവ മുസ്ലിം കാറ്റഗറിയിൽ 270 ഇൻഡെക്സ് മാർക്കുള്ളവർക്കും 2023 അഡ്മിഷൻ ലഭിച്ചു. ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, ധീവര ഈ വിഭാഗത്തിൽ 250 മുതൽ ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കുടുംബി, കുശവൻ, SC ST കാറ്റഗറി ഈ വിഭാഗത്തിൽ 176 ഇൻഡെക്സ് മാർക്ക് മുതലുള്ളവർക്കും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കുടുംബി, കുശവൻ, SC ST കാറ്റഗറി ഈ വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. NRI സീറ്റുകളും ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ ലഭിക്കും. ഇൻഡെക്സ് മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടുന്ന കാര്യം പൂർണ്ണമായിട്ടും പറയുവാനായിട്ട് സാധിക്കുകയില്ല. റാങ്ക് ലിസ്റ്റ് വന്ന് ഓരോ കുട്ടികളുടെയും സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിന്റെയും കാറ്റഗറി റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യതകൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരേ ഇൻഡെക്സ് മാർക്കുള്ള ഒന്നിലധികം കുട്ടികൾ വന്നാൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റിന്റെ അടിസ്ഥാനത്തിലും ഓരോരുത്തരും നൽകുന്ന കോളേജ് ഓപ്ഷന്റെ അടിസ്ഥാനത്തിലും സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിന്റെയും കാറ്റഗറി റാങ്കിന്റെയും അടിസ്ഥാനത്തിലും മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് കോളേജ് ഓപ്ഷനുകൾ നൽകുമ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിന്റെയും കാറ്റഗറി റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ മനസ്സിലാക്കി ആ കോളേജുകൾ മാത്രം വേണം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. 290 മുതൽ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾ ഗവൺമെന്റ് കോളേജുകളും ടോപ്പായിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളും മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാലും അവർക്ക് അഡ്മിഷൻ ലഭിക്കും. എന്നാൽ 290 മുതൽ താഴേക്ക് ഇൻഡെക്സ് മാർക്കുകളുള്ള കുട്ടികൾ ഗവൺമെന്റ് കോളേജുകളും ടോപ്പ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് 290 മുതൽ താഴേക്ക് ഇൻഡെക്സ് മാർക്കുള്ളവർ LBSന്റെ ലിസ്റ്റിലുള്ള കോളേജുകളിൽ ഏതൊക്കെ കോളേജുകളാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഏതൊക്കെ കോളേജുകളിൽ പഠിക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ആ കോളേജുകൾ എല്ലാം ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.